ഹലോ ഗെയ്സ്, അപ്പം നമുക്ക് നല്ല ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. പ്രത്യേകിച്ച് നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റായി, പിന്നെ സൺസ്ക്രീമൊക്കെ ഇട്ടു. ആദ്യം കുറേ തട്ടിട്ട് പിന്നെ നമ്മളങ്ങ് സ്മഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഓക്കെ. പിന്നെ നമ്മുടെ ഈ കരിമേശ എഴുതിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. കരിമേശ ഒന്നുമില്ല, നമ്മൾ ഐലൈനൊക്കെ വെച്ച് എഴുതി, പിന്നെ മസ്കാരയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ കണ്ണും സെറ്റായി. നെക്സ്റ്റ് നമ്മുടെ മെയിൻ പോയിന്റ് പൊട്ട്. ഇതിലത്തൊരു ഒരുക്കവേ ഇല്ല. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് പൊട്ട് ബ്ലാക്ക് ചെറിയ പൊട്ട്, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ ലിപ് ബാം, നോർമലി എൻ്റെ ഡ്രൈ ലിപ്പാണ്. അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ലിപ് ബാം ഇടണമല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ നേരിട്ടാണ് നല്ല രസമാണ്. നോർമലി വീഡിയോ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗി തോന്നത്തില്ല, പക്ഷേ നേരിട്ടാണ് പൊളിയാണ്. അപ്പം അതൊക്കെ ഇട്ട് സെറ്റാക്കി. ഇനി നമ്മുടെ മുടിയാണ് നോർമലി എനിക്ക് 2-3 സ്റ്റൈലിൽ മുടിയെ കെട്ടാൻ അറിയത്തുള്ളൂ. അപ്പോൾ നോർമലി എപ്പോഴും ഞാൻ കെട്ടുന്നത് 2 സൈഡ് മുടി എടുക്കും, പിന്നെ ഒരു ക്ലിപ്പ് ഇടും, അതാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. ഒരു ക്ലിപ്പ് കൂടി ഇട്ടു, അതെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മുടിയൊക്കെ കാണുമല്ലോ, അതൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ട് അങ്ങനെ അതും സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കുപ്പിവള, നോർമലി ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇതാണ് കുപ്പിവള, പക്ഷേ എൻ്റെ ഇരുന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം അങ്ങനെ കുപ്പികളൊക്കെ ഇട്ട് അതെല്ലാം സെറ്റാക്കി. പിന്നെ നമ്മളുടെ ഒരു ഷാളും കൂടി ഇട്ടു. അപ്പം ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പോൾ അത് ലുക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അത്രയേ ഉള്ളേ. അപ്പം നമ്മുടെ സംഭവ ബഹളമായി ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.